അപ്പുറത്തെ വലിയ അത് 10 കൊല്ലം പഴക്കമുള്ള എറണാകുളത്ത് ഇപ്പോഴും ഉള്ളതിൽ ഏറ്റവും വലിയ ഇതാ 40 നില. അവരുടെ പ്ലോട്ട് ചെറിയ പ്ലോട്ടാണ്, അതുകൊണ്ട് അത്രയും ബുക്ക് ചെയ്തവരെ. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുന്ന സ്ഥലം, പക്ഷെ നല്ല വലുപ്പമുണ്ട്. അതിന് ചുറ്റോടി ചുറ്റും കറങ്ങി വരുമ്പോഴത്തേക്ക് അവരുടെ ചോയ്സ്, അവരുടെ സ്കൂളും ഇതിന്റെ ബൈക്കിലാണ് ചോയ്സ് സ്കൂളും. ഇതിന്റെ സ്കൂളിലോട്ട് പോകുന്നത് അവരുടെ തന്നെ സ്കൂളും. 40 നിലയും മേളിൽ ഹെലിപ്പാടുള്ള ബിൽഡിംഗ് ഫ്ലാറ്റായത്. ഇപ്പൊ ഇതിന് കഴിഞ്ഞ ദിവസം ഇടുക്കിയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അന്നൊന്നും വന്നില്ലായിരുന്നു മറ്റേ കൊച്ചിൻ ഷിപ്പ് യാർഡിലെ രഹസ്യവിവരം മറ്റേ ഇടുക്കി പാകിസ്ഥാനിൽ ചോർത്തി കൊടുത്തിട്ടുണ്ട്. അതിലൊരുത്തിന് ഇടുക്കിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിച്ചു. അവൻ പാകിസ്ഥാനിൽ ചോർത്തി കൊടുത്തവനാണ്. വെസ്റ്റ് ബംഗാളുകാരനാണ്, ബംഗ്ലാദേശുകാരനാണ്. ഇവന്മാരൊന്നും അറിയത്ത് പോലും ആരാ ഏതാ. അറിയുമ്പോ എല്ലാം ബംഗാളി എന്ന് പറയും. ഈ തിരിഞ്ഞും മറിഞ്ഞും പോകുന്ന ഈ പൈപ്പുകളെല്ലാം അതിൻ്റെ എല്ലാം ഡ്രോയിങ് അവരുടെ ഓഫീസിലുണ്ട്. മനസ്സിലായില്ലേ? ഏത് പൈപ്പ് ഏത് സിസ്റ്റത്തിലും കാണും അല്ലേ? എവിടെയാലും ലീക്ക് ഉണ്ടെങ്കിൽ. അതെ അതെ. അപ്പം ഇത് ഭാരത് പെട്രോളിയത്തിന്റെ പ്ലാന്റ് ആയത്. ഈ ഓയില് സാധനം അല്ല, ഇതൊന്ന് വേർതിരിക്കുന്ന സാധനമാണല്ലോ അല്ലേ? അതെ അതെ. ആദ്യം പോകുന്ന ഏവിയേഷൻ ഫ്യൂവൽ ജോലിക്കാർ അതെല്ലാ സ്റ്റേറ്റിൽ നിന്നും കോട്ടയുണ്ട് ഈ സെൻട്രൽ ഗവൺമെന്റിന്. അപ്പോൾ അവരെല്ലാം വരും. പിണറായി വിജയന്റെ നോട്ടീസ് ഇതേലൊന്നും ഒട്ടിക്കത്തില്ലല്ലേ? പൊട്ടിക്കാൻ വരുന്നവന് ചിലപ്പോ കിഴുത്ത മുത്തൂറ്റിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? മുത്തൂറ്റുകാർക്കുണ്ടോ? അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടെയത് ഇപ്പൊ ചെല്ലുന്ന കയറി നടത്തും. ഓ, എഞ്ചിനീയറിംഗ് കോളേജാണ്. പുറത്തുനിന്നൊക്കെ ആൾക്കാരൊന്നും പഠിക്കുന്നത്. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജുകാർക്കൊന്നും, പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകാർക്കൊന്നും വലിയ സ്കോപ്പ് ഇല്ലെന്ന് പറയുന്നത് കേട്ടു. പിള്ളേരാരും സർക്കാർ സീറ്റുകൾ കൂട്ടി. ഇപ്പം മെഡിസിന് പോലും പിള്ളേർക്ക് പോകാൻ താല്പര്യമില്ലെന്ന്. കോളേജിന്റെ വാ, അതിന്റെ ആ ഗേറ്റ് അന്നേരം ഫ്രണ്ടിൽ ഉണ്ടാവും. അതായത് എന്റെ പേര് MITS, മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. അറിയിച്ചുണ്ടോ? ഇതിപ്പോ നമ്മളെ മൂവാറ്റുപുഴ റോഡിൽ കയറി അല്ലേ? ഇത് മൂന്നാർ എറണാകുളം റോഡായത്. റോഡല്ലേ? റോഡല്ല, റോഡിലേക്ക് ചെല്ലുള്ളൂ. ഇത് ചെല്ലും. അതായത് ഇപ്പൊ പുതുതായിട്ട് മറ്റേ മൂന്നാറിൽ നിന്ന് വരാൻ വേണ്ടി ഈയുടെ വീതിയെ കൂട്ടി ഇത്ര വീതിയാക്കാൻ പറ്റുള്ളൂ. ആലുവ മൂന്നാർ അല്ലാതെ കോതമംഗലത്ത് നേരെ മൂവാറ്റുപുഴ വരും. കോട്ടയൊക്കെ പോകാൻ വേണ്ടി ഇതിലെ കയറി നേരെ ചോറ്റാനിക്കര വരും. ബൈക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചോറ്റാനിക്കര പോയിട്ട് വട്ടം കറങ്ങി വരേണ്ടത് നമ്മൾ ഷോർട്ട് ചാടി ക്രോസ് ഇങ്ങോട്ട് കയറി തിരുവാങ്കുളം ഒന്നും പോകാതെ ഇനി വേണമെന്ന് പറയാം മൂവാറ്റുപുഴ വരെ. പകലിനി ഉറങ്ങത്തില്ല. പകലിനി ഉറങ്ങാനുള്ള സാധ്യത കുറവാണ്. നേരത്തെ അവിടെ ചെന്ന് കിടന്നു. സാറിനൊക്കെ ഐഡിയ വല്ലതും ഉണ്ടോ? നമ്മൾ ഈ കയറി ചെല്ലുന്ന നമ്മളിപ്പോ ചുരമ്പകളാണ്. അവിടെ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഭയങ്കര ടൂറിസ്റ്റുകളുടെ വെള്ളമാണ്. അറിയാമോ? അവിടെ നിൽക്കുമ്പോ താഴെയാ മേഘം നിൽക്കുന്നത്. മേഘോ? ഫ്ലൈറ്റ് പോകുന്ന പോലെ ഫുള്ള് താഴെ മൊത്തം ഇങ്ങനെ മേഘം നിൽക്കും. മനസ്സിലായി. കാണാം അതെല്ലാം. പള്ളിയുണ്ടോ ഷൈനി? ജംസിനോട് അല്ലല്ലേ? എന്നാ പോലും അല്ല. പുത്തൻകുരിശ്. പുത്തൻകുരിശ് കറക്റ്റ്. ഓക്കെ. കോലഞ്ചേരി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മെഡിക്കൽ ട്രസ്റ്റ് ഒക്കെ ഉണ്ട്. മെഡിക്കൽ ട്രസ്റ്റ് ഈ റോഡിന് സൈഡിലായിരിക്കുന്നത്. കോലഞ്ചേരി മെഡിക്കൽ കോളേജാ. മെഡിക്കൽ കോളേജ് ആയോ? പണ്ടത് മെഡിക്കൽ ട്രസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ
കൊണ്ട് എന്ത് വിഷയം ഉണ്ടായാലും കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ കോലഞ്ചേരി ഈ രണ്ടിടത്തേക്ക് ആൾക്കാരെ കൊണ്ടുകൊണ്ടു വരുന്നു. കോട്ടയം ഒത്തിരി ദൂരമായിരുന്നു. ഇടുക്കിന്ന് അങ്ങോട്ട് പോകാൻ വലിയ ദൂരമില്ല. ഇല്ല. അവിടുന്ന് മുണ്ടൊക്കെ കുട്ടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ശരിയാ. ഹലോ, ഇടുക്കിയിലേത് ഭാഗത്താ ജയമോനെ? കാൽവരി മൗണ്ട് ഡാമിനടുത്ത്. കാൽവരി മൗണ്ട് ഡാമിനടുത്താന്ന് പറഞ്ഞു. അവിടെ മേളിൽ തന്നെ വ്യൂ പോയിന്റ് തന്നെ ഉണ്ട്. ഹായ് ഹായ്, ഹൗ ആർ യു? ഓക്കേ, ഹായ്. പക്ഷെ നമ്മളെ കാണിക്കത്തില്ല അത്. അവർ പറയും ഇല്ല, ഞങ്ങൾക്ക് കാണത്തില്ല, അതായത് കാരണം ഓൾറെഡി പെട്ടിയും പെട്ടിയായിട്ടൊക്കെ ചെന്നിട്ടേ നമുക്ക് രാത്രിയിൽ ഒരു റൂം കിട്ടിയില്ലേ വരുന്ന കുഴപ്പമില്ല. വെറുതെ നടക്കുന്നവരാണെങ്കിൽ ഓക്കെ, ഇതല്ലെങ്കിൽ അടുത്തത് പൈസ പോയി. അവര് ബില്ല് അടിച്ച് കൈ തന്നു. അവർക്ക് കിട്ടുകയും ചെയ്യും. അത് കിട്ടും. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ അവരുടെ പൈസ ആപ്പ് കൊടുക്കുകയും ചെയ്യും. കോലഞ്ചേരി മനസ്സിലായി. കോലഞ്ചേരി ലെഫ്റ്റ് സൈഡ് നേരെ കാണുന്നതാണ് മെഡിക്കൽ കോളേജ്. ഈ കുരിശിരിക്കുന്നുണ്ടോ? നേരെ ലെഫ്റ്റിലോട്ട് നോക്കിയാൽ ഒത്തിരി മാറ്റം, ഒത്തിരി വലുതാണ്. നേരെ ലാസ്റ്റ് കുന്ന് കയറി വലിയ കാശിന്റെ ബിസിനസ്സാണ് കേട്ടോ. അത് അച്ഛന്മാരുടെ എനിക്ക് തോന്നുന്നു. സീറോ മലബാർ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ അച്ഛന്മാരുടെ അറിയാവുന്ന എല്ലാ സംഭവങ്ങളും. ഒന്നുകിൽ ഒരു ബെൽറ്റ് കാണും, അല്ലെ ഒരു കെട്ട് കാണും. ഇന്നിപ്പോ വണ്ടിയെ കയറിയ രണ്ടുപേര് പറയുന്നത് അവിടെ. അതെ, അതാണ് അവർ ഉദ്ദേശിച്ചത്. ഇലക്ഷൻ ആയപ്പോഴത്തേന് എല്ലാം കേസ് തിരിച്ചു, കാരണം കോൺഗ്രസിന്റെ ആൾക്കാരെ കിട്ടിയില്ല. അതിന്റെ പേരിലൊന്നും. അതിന്റെ പേരില് പുള്ളിനെ ഇവരൊക്കെ എന്നെ കളിയായി മിനിസ്റ്ററൊക്കെ ചെയ്തെന്നറിയോ? അയ്യോ, ഒരാൾ മാത്യക്കുഴനാടനെ കേട്ട് വട്ടം കറക്കുന്നുണ്ട്. നടക്കില്ലെന്ന് പറഞ്ഞാലും പുള്ളിയെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ചക്ക ഇറങ്ങുന്നുണ്ട് കേട്ടോ. പാലം പൊളിഞ്ഞു പോയി. നമ്മുടെ കർണാടക സ്ഥലമാണ്. മൂവാറ്റുപുഴയല്ലേ? സിറ്റി വൃത്തിയാക്കി കേട്ടോ. സിറ്റി മൊത്തം വീതി കൂട്ടി. കടക്കാരെല്ലാം ഒന്നടങ്ങുമ്പോഴുടെ കൂടത്തി വന്നു. എന്നാ പറ്റി നടന്നില്ല. മൊത്തം കടകളും പൊളിച്ചു. ഫ്രണ്ടല്ല, ഒരു കടയ്ക്ക് പാർക്കിംഗ് ഇല്ല. പക്ഷെ അങ്ങനെ ആരും കേസ് കൊടുക്കാതെ ഇവരുടെ കൂടത്തി നിന്നുള്ളതാണ്. ആ മൂവാറ്റുപുഴ സിറ്റി ഫുള്ള് കടയുടെ എഡ്ജ് കൂട്ടി. വേറെ നിർവാഹമില്ല വീതി കൂട്ടാൻ വേണ്ടി. അപ്പൊ കടയുടെ ഫ്രണ്ട് കൂട്ടി മൊത്തം പൊളിച്ചു മാറ്റിയിട്ട് അവിടെ തീർത്ത് കാന ഉണ്ടാക്കി ടാർ ചെയ്തു, റോഡ് പൊക്കി. പക്ഷെ ഒരു കടക്കാരൻ പോലും ശല്യമാക്കിയില്ല. റിവേറ 15:40, 3:44, 2 മണിക്ക് വിട്ടതാണ് നമ്മള്. 2:05. പിന്നെ ടൗണൊന്ന് കവർ ചെയ്യാനേ 3 ബ്ലോക്കായിരുന്നു. അത്രേ ഉള്ളൂ. നമ്മളാ ഇരുമ്പരം വഴി വന്നോണ്ടേ ഉണ്ടായിരുന്നു. യെസ് ബാങ്ക്, SBI, സുധി മോൾ. ഓ ആ
മൂവാറ്റുപുഴ കടന്നു കിട്ടാൻ നമ്മുടെ വലിയ ടൗണുകളൊക്കെ. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ആര് ഡ്രൈവറോ? വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ. നമ്മൾ പെരുമ്പാവൂർ റൂട്ടിൽ പോവോ അതോ പോകില്ല? ഇല്ല, ലെഫ്റ്റാണ് പെരുമ്പാവൂര്. ആ ഹാ ഹാ, ഓക്കെ ഓക്കെ ഓക്കെ, റൈറ്റ്. സുരക്ഷയാണ് പ്രധാനം. അമൃത ടവർ, സുന്ദരം, ICICI കൈറ്റ്സ്. ടൗണിന് സൈഡായോ? ടൗണിന് സൈഡിലെ ചേട്ടൻ നമ്മള് ടൗണിനകത്തോട്ട് ഫുള്ള് കയറുന്നു. ഇവിടെ ഒന്നും കൂടെ നാടൻ അരിഞ്ഞില്ലല്ലേ? ഈ പാലം ഉണ്ട് അപ്പുറത്ത്, മൂവാറ്റുപുഴയാറ്. അതിനപ്പുറത്ത് വന്ന് നിൽക്കുന്നേ ഉള്ളൂ. പാലം വീതി കൂട്ടുണ്ട്. 2 പാലം ഓൾറെഡി ഉണ്ട്. ചന്ദനത്തിൽ ആ പാലത്തിന് അപ്പുറത്തേക്കാണ് മൂവാറ്റുപുഴ ടൗൺ. ഓ ശരി. കേരള ചിപ്സ് ഇവിടുത്തെ ഞങ്ങൾ സ്ഥിരം ഇഡ്ഡലിക്കട വെച്ച്. ഓ ശരി. ഞങ്ങൾ രാവിലെ നാട്ടിലപ്പോൾ അവിടെ ഇവിടെ വരുമ്പോൾ അവിടെ കയറി കഴിച്ചിട്ടാ പോകുന്നത്. ഇഡ്ഡലി ഷോപ്പ്. ആ വഴി നേരെ കോട്ടയം അല്ലേ? നേരെ കോട്ടയം. ഇത് നമ്മൾ ബൈപ്പാസ് കയറുന്നതാണ്. ഓ അപ്പുറത്തെ ആഹാ. കാനഡ, ജർമ്മനി, സാന്റാ മോണിക്ക, സൗദി അറേബ്യ. ഹലോ 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 ഹലോ. സ്റ്റേഡിയം പണി കിടന്നതാണ്. കല്ലൂർ. ടൗൺ വിടുമ്പോൾ ഞാൻ മുമ്പിലോട്ട് വരുവേ. ഇച്ചിരി എന്നാന്ന് വെച്ചാലേ ഇവിടെ പോലെ ഓക്കെ ഓക്കെ. ഇത്രയും നേരം സോഫയിൽ കിടക്കാൻ ഇപ്പോഴേ എഴുന്നേറ്റതാണ്. നമ്മൾ പോകുന്നോണ്ടേ ഒരാഴ്ച നിന്നിട്ട് പോയി പോകുന്ന കഴിയുമ്പോൾ വെളുപ്പിന് ഇറങ്ങി പോകുന്നോണ്ടേ ക്ഷീണമുള്ള ആൾക്കാർക്ക് ആരിലും ചെല്ലുമ്പോൾ ഒറ്റ നൈറ്റേ ഉള്ളു ഞങ്ങള് കേട്ടോ. അല്ല, ഒരു നൈറ്റിലേ ഉള്ളൂ. അത് മനസ്സിലായി. നമുക്ക് ഓരോ റൂമിന്റെ കാറ്റഗറി ഉണ്ട്. നമുക്ക് ഇതല്ലെങ്കിൽ വേറെ ഗസ്റ്റ് നമുക്ക് എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ളതാണ്. അതിനിപ്പോ നമ്മളിപ്പോ ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് എന്തായാലും നമുക്കൊരു 4000-ന് സെക്കൻഡ് ഫ്ലോറിൽ റൂം തരാൻ പറ്റും. തേർഡ് ഫ്ലോറിൽ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഉള്ളൂ. അത് നമുക്ക് 4500 ലാസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല, 4200 നോൺ എ സി വരുന്നത്. പക്ഷെ തണുപ്പുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പൊ. 4200 മുമ്പേ പറഞ്ഞേ. ഏത് തേർഡ് ഫ്ലോറിലെ? തേർഡ് ഫ്ലോറിൽ 4200 ചെയ്യാം ലാസ്റ്റ് പ്രൈസ് ആയിട്ട്. എന്നാ അതങ്ങ് ബുക്ക് ചെയ്യും കേട്ടോ. ഓക്കെ ശരി ശരി. വിളിച്ചാൽ മതി ഇതിലേക്ക്. ഞങ്ങൾ വരുമ്പോ ഒരു ഇച്ചിരി ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. നൈറ്റ് ഡിന്നർ എന്തെങ്കിലും അറേഞ്ച് ചെയ്യണോ? ഞങ്ങൾ വന്നിട്ട് പോരെ, അതിന് സമയം എടുക്കുമോ? നമുക്ക് എന്താ വെച്ചെങ്കിലേ നമ്മളത് ഇവിടെ നമുക്ക് റെസ്റ്റോറന്റ് ആയിട്ടില്ല, നമ്മൾ പുറത്തുനിന്നാണ് അറേഞ്ച് ചെയ്യുന്നത്. നമുക്കൊരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് ചെയ്യുന്നത്. സോ അത് പ്രീ ഓർഡർ ആയിട്ട് ചെയ്യണം. പിന്നെ അത് ഡിലേ ആവാനാണ്. സാറ് ഇപ്പോൾ 6 മണിക്ക് ഷാർപ്പ് എത്തുന്നുണ്ടെങ്കിൽ അന്നേരം പ്ലേസ് ചെയ്താലും മതി. പക്ഷേ 7 മണിക്ക് ആയി കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റോറന്റ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഡെലിവറി നമുക്ക് നോക്കാം, നമ്മളൊക്കെ നാട്ടുകാരല്ലേ. പിന്നെ താങ്ക് യു. അപ്പോൾ സാറൊന്ന് നോക്കിയിട്ട് പറയട്ടോ. ബുക്ക് ചെയ്യുമ്പോൾ അത് കൂടുതൽ കാണിക്കുകയും ചെയ്യും, ആപ്ലിക്കേഷൻ കാണിക്കുകയും ചെയ്യും. എനിവേ, അതൊക്കെ ഈ ടൂറിസ്റ്റ് മേഖല വലിയ കൊള്ളയാണ്. ഒരു മുറിയുണ്ട്. ഇപ്പോൾ അവിടെ ചിലപ്പോൾ കണ്ടോണം മൊത്തം കാര്യമായി കിടക്കുന്നത്. ഒന്നേ ഉള്ളൂ, മുറിയേ ഉള്ളൂ. സെക്കൻഡ് ഫ്ലോറിൽ ഇല്ല. നമ്മുടെ ഒരു ഇതിനു വേണ്ടി ജയമോഹനും പറഞ്ഞു, അണ്ണാ കാളിയാറ് പേരും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല.
മേളില് റിസോർട്ട് അവിടെ റൂമുണ്ടോ? നമ്മുടെ തന്നെ മേളിലുള്ളത് മറ്റേ വ്യൂ ഉള്ളത്, ഡാം വ്യൂ ഉള്ളത്. ഇന്നൊക്കെ ആളുണ്ടോ? അവിടെ റേറ്റ് എത്രയാടാ മേളത്തത്? അത് എത്ര പേരുടെ അത്? 2 പേരുടെ മാത്രമായിട്ട് റൂമോ? ആണോ? ഞാൻ വേണേ വിളിച്ചേക്കാന്. ആ ശരി. അത് വ്യൂ ഉള്ളതല്ലോ അത്? മറ്റേ ഗീയുടെ അപ്പുറത്താണോ അത്? കുഴപ്പമില്ല, നമുക്ക് AC വേണ്ട. ഞാൻ പറഞ്ഞു ചേച്ചി, അവിടെ നമ്മുടെ വീടുകളിൽ പോലും ഉണ്ടല്ലോ ചേച്ചി, AC ഉള്ള വീടുകളില്ല. അവിടെ ഫാൻ വെക്കുന്ന പോലും ഇങ്ങനെ പുതിയ വീട് പണിത് കഴിയുമ്പം ഷോയ്ക്ക് വേണ്ടിയാണ് ആൾക്കാർ ഫാൻ വെച്ചോണ്ടിരുന്നത്, സീലിംഗ് ഫാൻ പിടിച്ചോണ്ടിരുന്നത്. ചുമ്മാ ഹുക്ക് കിടക്കുമല്ല എന്ന് ഓർത്തിട്ട്. ഇപ്പോഴൊക്കെ ആയപ്പം ചൂടുണ്ട് എന്ന് പറഞ്ഞാലും പെരക്കകത്തുനിന്ന് അത്ര ചൂടുകളില്ല. നൈറ്റിലൊക്കെ ഈ പറഞ്ഞ എല്ലായിടും തന്നെ നല്ല നടപ്പാണ്. ഇപ്പം ഈ പണിയെടുത്തൊക്കെ നല്ല നടപ്പാണ്, AC യുടെ ആവശ്യം വരില്ല. ഞാനിത് അവിടെ ചെന്ന് അവിടെ ഈ പറഞ്ഞ റിസോർട്ടിൽ സാറ് നോക്ക്, എന്നിട്ട് അത് സെറ്റായില്ലെങ്കിൽ നമുക്ക് മേളിൽ നോക്കാം. അവിടെ അല്ലെങ്കിൽ അടുത്ത് നമ്മൾ പറഞ്ഞാൽ പോലെ ഇപ്പം നിങ്ങൾ പിന്നെ AC വേണമെന്ന് സ്ട്രിക്റ്റ് പറഞ്ഞുകൊണ്ടാ ഞാൻ അത് ചോദിക്കാൻ. നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥ അറിയത്തില്ലല്ലോ. ഇത് 3,500 അത് വേണമെങ്കിൽ അത് റെഡിയാക്കി കിട്ടുമെന്നാ പറഞ്ഞു. ഇത് പിന്നെ ഞാൻ ഇച്ചിരി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ഒരു ഇതുണ്ടല്ലോ. മറ്റേത് മേഘമലയാ, സിനിമ ഷൂട്ടിങ് ഞാൻ കടന്നുകൊണ്ടിരുന്ന ലൊക്കേഷൻ്റെ മേഘമല എന്ന് പറഞ്ഞാൽ. ഇവിടെയൊക്കെ നമ്മൾ 2 ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ഇട്ടത്. ഫോണിൽ കുഴിയിലോട്ട് തെറിച്ച് പോകാതല്ലേ. നിങ്ങളെ മല കാണിക്കാന്ന് പറഞ്ഞിട്ട് മല പോലും കാണുന്നില്ല. ഇല്ല, ചെറിയൊന്നുമില്ല. പക്ഷേ ഈ റബ്ബർ തോട്ടത്തിനകത്തോടുള്ള ചെറിയ 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 മറ്റേ സർക്കാർ വലിച്ചു വലിച്ചിന് കുന്നെല്ലാം ഇടിച്ചോണ്ട് പോയെന്ന് അറിയത്തില്ല. ഈ മൂവാറ്റുപുഴ നോട്ടെ സാറേ നമ്മുടെ 6 വരിപ്പാതയ്ക്കുള്ള മണ്ണ് മൊത്തം കൊണ്ടുവന്നേ. ഇവിടെ റബ്ബർ തോട്ടങ്ങള് നികത്താൻ വേണ്ടി ആൾക്കാർ കൊടുക്കും. ഇവര് പൈസ കൊടുത്ത്, ലാൻഡിന്റെ പൈസ കൊടുത്ത് അവര് വാങ്ങിക്കും, നാഷണൽ ഹൈവേ അതോട്ട് വാങ്ങിക്കും. എന്നിട്ട് മണ്ണെടുത്ത് കയറുന്ന കഴിയുമ്പോൾ ആ സ്ഥലം അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ഒരു പോകും. അപ്പൊ 2 ഗുണം. ആദ്യം ഒന്ന് ലാൻഡിന്റെ പൈസ കിട്ടുകയും ചെയ്യും, പിന്നെ ലെവലാക്കി കിട്ടുകയും ചെയ്യും. ഇതല്ലാതെ മണ്ണെടുക്കാൻ നോക്കി ഗവൺമെന്റ് സമ്മതിക്കുകയല്ലോ. ഇവിടുന്ന് ഈ വണ്ടി മൊത്തം മണ്ണുമായിട്ട് അവിടെ കൊണ്ടുവരുന്നത്. കാരണം ഇവിടെയല്ലേ ഈ ചുമന്ന മണ്ണുള്ളോ, റെയിൽവേക്കും എല്ലാം ആവശ്യമുള്ള. ഇവ ചുമന്ന മണ്ണ് സെറ്റ് ആകുള്ളൂ ഈ മറ്റേ ഇത് വെക്കുന്നതിന് അടിയിലൊക്കെ ഇടാൻ വേണ്ടി. ഓക്കെ. ഇല്ല, കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലെന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ് കേട്ടോ. കാരണം ഒരൊറ്റ വീടില്ല, ദാരിദ്ര്യപ്പെട്ട വീടില്ലല്ലേ. പണ്ടൊക്കെ വല്ല ദാരിദ്ര്യപ്പെട്ട വഴി സൈഡിൽ കിടക്കൂല. അവൻ എവിടെയാലും കാടിനകത്തോ റബ്ബർ തോട്ടത്തിനകത്തോ വല്ല പടുതായം വലിച്ചിട്ട് കിടക്കുമായിരിക്കും. എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കാണണ്ടേ. കാണിക്കാം, പോകുന്ന വഴി കിട്ടും പോലെ. അങ്ങേരുടെ ആരോ പറഞ്ഞിട്ടുണ്ട് ഇതാ ബോത്താനിക്കാടല്ലേ. ആനിക്കാടുണ്ട്, ബോത്താനിക്കാടും ഉണ്ട്. ആനിക്കാട് നമ്മുടെ ആ സൈഡ് തന്നെ, തൊടുപുഴ സൈഡ്. ചെങ്ങാപ്പള്ളി പൊത്താനിക്കാടൊക്കെ ഈ കോട്ടയം പോലെ തന്നെ. കാളിയാർ കുമളിയല്ലേ സത്യത്തിൽ? അല്ലല്ല, കാളിയാർ നമ്മളിപ്പോ കണ്ട സ്ഥലം. ആ കഴിഞ്ഞ വണ്ടി കണ്ടിട്ടില്ല, ഒരു വണ്ടിക്കാരൻ മട്ടം വെച്ചില്ലേ, അവിടെ കാളിയാർ. കാരണം പണ്ടൊക്കെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ കാളിയാറിനാ പോകുന്നതെന്ന് പറയേ. കാളിയാർ എവിടെയാ? ലോ റേഞ്ച് തന്നെയാ, കഴിഞ്ഞു പോയി നമ്മള്. ഈ കുമളി സൈഡില് കാരണം കിഴക്കോട്ട് പോകുന്ന കാളിയാറിനാ പോകുന്ന പറയും. ഇതായിരിക്കും. അതിന് പണ്ടൊക്കെ പല സ്ഥലത്തിനും പല പേരുണ്ടല്ലോ. എനിക്കൊന്ന് കട്ടപ്പന കാളിയാറ് ബസ്സുണ്ട് നമുക്ക് തരുന്നത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് മേടിച്ച് എറണാകുളം ചെല്ലുമ്പോൾ അത് വീണ്ടും ജോം വളർന്നിരിക്കും. അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് ഈ 4 വലിയ സാധനമാണ്. അത് ഈ ഹോട്ടലുകാരൊന്നും ഒന്നും ചെയ്യുമൊന്നുമില്ല. പക്ഷെ നമ്മൾ വീണ്ടും അത് കരിച്ചിട്ട് വീണ്ടും ശരിക്ക് കത്തിക്ക് ചെത്തിക്കളയണം. കാരണം ഇതിന്റെ രോമം വടിച്ചു കളയുന്നുള്ളൂ, തൊലി പൊളിക്കുന്നില്ല. പശുവിന്റെ പോത്തിന്റെ തൊലി പൊളിക്കുക. ഇതിനെ തൊലി പൊളിക്കാനില്ല. ഇത്
മോശമുള്ള ഉണ്ട്, എന്നാലും ഇതൊരു മെയിൻ റോഡല്ല നമ്മൾ പോകുന്നത്. ഇടുക്കിക്കുള്ളൊരു മെയിൻ റോഡല്ല ഇത്. എന്നാൽ അതുകൊണ്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അപ്പുറം നമ്മൾ നാളെ തിരിച്ചു വരുമ്പോൾ കാണിക്കും. നാളെ തിരിച്ച് നമ്മൾ ഹൈവേ കൂടെ തന്നെ വരുന്നത്. പോലീസ് എടുക്കും, ചെക്കിങ് ആണോ വരുമായിരിക്കും. ഇടുക്കിയിലും കണ്ടായിരുന്നു സതീശന്റെ ജാഥ. ഇടുക്കിയില്ല, ഇടുക്കിയിൽ ഇടുക്കി 3-4 ഉണ്ടല്ലോ, നിയമസഭാ മണ്ഡലങ്ങളുണ്ടല്ലോ. അപ്പം Our dear AC George, born and brought up here. AC George. We reached your Paingottur. പഴയ ഫേമസ് ആണ് ഇങ്ങോട്ട്. ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും ഒന്നും വേണ്ടെന്ന് അതൊരു വാഴപ്പഴ മേളിൽ പഴുത്ത് പകുതി ഷുഗർ എല്ലാവർക്കും കാണാത്തോണ്ടായിരിക്കും, റോഡിലേക്ക് താന്നിരിക്കുക. അതുകൊണ്ട് വണ്ടി എഴുതിയുണ്ട് കാളിയാർ, മൂവാറ്റുപുഴ, വണ്ണപ്പുറം, പൈങ്ങോട്ടൂർ, പോത്താനിക്കാട്. കാളിയാർ കഴിഞ്ഞു പോയി. ഇഷ്ടംപോലെ തേക്ക് മരം. കാളിയാർ വരുന്നേ ഉള്ളൂ. കാളിയാർ മൂവാറ്റുപുഴയാണ് വണ്ടി. ഈ ലോറേഞ്ച് തന്നെയാ അത്. ലോറേഞ്ച് അല്ലേ? സെയിന്റ് ആന്റണീസ്. ടൈൽസ് ഒക്കെ അടിച്ച് കുട്ടം. എല്ലാവർക്കും നല്ല പൈസ ഉണ്ട് സാറേ. അറിയാം. അത് പണ്ട് റബ്ബറിന് വില ഉണ്ടായിരുന്നപ്പോഴും പിന്നെ മക്കളൊക്കെ വിദേശത്തും പോലീസ് എസ്കോർട്ടോട് നമ്മൾ പോകുന്ന കേട്ടോ. പുറകിലുണ്ട് പോലീസ്. ചേട്ടാ ഞങ്ങളുടെ ആധാർ പഴയതാണ്. എനിക്കുണ്ട് ആധാർ ഇല്ല. അർബാനിയ വണ്ടി നേരെ തൊടുപുഴ പോകും. റൈറ്റ് പോയാൽ ഇത് നേരെ ഊന്നുകൽ എന്ന സ്ഥലത്ത് നിന്ന് വരാം. അതായത് നമ്മുടെ മൂന്നാർ ഹൈവേ ഇല്ലേ, അതായത് നേര്യമംഗലത്തിനും കോതമംഗലത്തിനും ഇടയ്ക്കുള്ള ഊന്നുകൽ എന്ന സ്ഥലത്ത് നിന്ന് കയറി പോരും. നമ്മൾ അവിടുന്ന് തന്നെ ഇതൊക്കെ അന്നത്തെ ഗ്രാമപ്രദേശങ്ങളാണ്. നല്ല പൈസ ഉള്ള ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരുന്ന ഗ്രാമപ്രദേശങ്ങളാണ്. ഇവിടെ കവുങ്ങ്, ഇത്രയും പൊക്കമുള്ള കവുങ്ങുണ്ടല്ലോ. അപ്പം പണ്ട് മുതലേ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണല്ലോ. തെങ്ങും കവുങ്ങും ഒക്കെ ഉണ്ടെന്നതിൻ്റെ അർത്ഥം പണ്ട് മുതലേ ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ്. മരം വെട്ടിത്തെളിച്ചൊന്നും അല്ല. ഇവിടെയൊക്കെ പട്ടയ ലോറേഞ്ചില്ല. ഇവിടെ നിന്നൊക്കെ നമ്മുടെ ഇടുക്കിയിലോട്ടൊക്കെ കുടിയേറിക്കൊണ്ടിരുന്ന ആൾക്കാർ. പക്ഷെ ഇടുക്കിയിലുണ്ടല്ലോ ഇതിലും പൊക്കമുള്ള കവുങ്ങ് നല്ല തേക്ക് മരമൊക്കെ. ഇവിടെയൊക്കെ റബ്ബർ എന്നോ വെട്ടിത്തെളിച്ച് ഇപ്പം കോട്ടയത്തെ പോലെ തന്നെ പൈനാപ്പിൾ വെച്ചോണ്ടിരിക്കുക. ഇടുക്കി യാത്ര ചെയ്യാത്ത ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന അറിയാം ചേച്ചി. ഇടുക്കി യാത്ര ചെയ്യാത്ത ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന അറിയാവോ? ഇടുക്കി കയറി കഴിയുമ്പോഴത്തേക്കും വണ്ടി ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും. നമ്മളെ അതിനറിയാവോ? നമ്മളൊരു പോയിന്റിലേക്ക് തന്നെ കണ്ണ് നോക്കാതെ പലയിടത്തേക്ക് മാറ്റി മാറ്റി നോക്കണം. എല്ലാവരും ഇങ്ങനെ സൈഡിലേക്ക് നോക്കിയിരുന്ന ഇങ്ങനെ സൈഡിലേക്ക് തന്നെ നോക്കിയിരിക്കും. അപ്പൊ നമുക്ക് ആ ഈ ഇയർ ബാലൻസിന്റെ വിഷയം വരുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുക ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും നോക്കുക. എല്ലാവരും പറഞ്ഞാൽ അവര് ക്ഷീണം കൊണ്ടല്ലോ ഇങ്ങനെ സൈഡിലേക്ക് തന്നെ നോക്കിയിരിക്കും. തല കറങ്ങിയിട്ടാണ് നമുക്ക് ശ്രദ്ധിക്കാൻ വരുന്നത്. ഇത് ഓടുമല്ലേ, പുറകോട്ട് ഓടുമല്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുവാണെങ്കിൽ ഡ്രൈവറിന് അതാ ശ്രദ്ധിക്കാത്ത കേസ്. ഡ്രൈവർ അവിടെ ഗ്ലാസ്സിൽ നോക്കും, ഇവിടെ ഗ്ലാസ്സിൽ നോക്കും, നേരെ നോക്കും. വണ്ടിയൊക്കെ ഇടുക്കിയിൽ വണ്ടിയൊക്കെ കയറുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന കുഴപ്പമാണ്. അല്ല, അത് ചെറുപ്പം മുതലുള്ള ഒരു ശീലവും കൂടാണ്. നമുക്കൊരു മാനസികാവസ്ഥയോടാണ്. എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെയായിരുന്നു. ഞാൻ പിന്നെ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ശീലമാക്കിച്ചു. വനമൊക്കെ കാണാൻ പോകും. വനം പോലെ കാണുന്നുണ്ട് കേട്ടോ എല്ലാം മരങ്ങള്. പക്ഷെ മലയൊന്നും കാണുന്നില്ല, അതാ എൻ്റെ വിഷമം. ഹില്ലാണ്. ഇതൊന്നും ഹില്ലൊന്നുമല്ല. കുടിയൊക്കെ നല്ലപോലെ ഇവിടെ ഒക്കെ നമ്മൾ കാണും. നമ്മളൊക്കെ മേളിൽ കയറി എന്ന് ഇവിടെ ഒക്കെ കാണും. നമ്മുടെ കോട്ടയം മരമാണെങ്കിൽ നമ്മൾ കാണും. പൈങ്ങോട്ടൂർ കാളിയാർ. നിങ്ങളുടെ കോട്ടയത്തൊക്കെ റബ്ബർ നിലയില്ല നിൽക്കുന്നുള്ളൂ. ഇവിടെ കിഴക്ക് നല്ല കൊഴുപ്പുണ്ടോ? ഇത് തണുത്തതാണ്. മാർച്ച് മാസമായില്ലേ? മാർച്ചാണ് തളുക്കുന്നത്. നമുക്ക് റബ്ബറിനെ ഒരു രാജ്യമില്ല. മാർച്ച് ആകുമ്പോഴത്തേനെല്ലാം തണുക്കും. ഇതൊന്നും വെട്ടുന്നില്ല. നേരത്തെ ഇല പോയിട്ടേ. ഏത് മരം ആലോചിച്ചിരിക്കുന്നത്?
വേമ്പ് നേരെ പൊക്കത്തിൽ പോയിരിക്കുന്നല്ലേ? ആ അത് വേമ്പ്. ഓ അതെന്തിനുള്ള ഈ കൊടി ഇടാനും അതുവഴി മല വരുന്നു കേട്ടോ ശരി. അത് കൊണ്ടുപോയില്ല കേട്ടോ, അവിടെ ഉണ്ട്. വെയിലടിച്ച് തീ കയറാൻ പാകത്തിൽ നിൽക്കുക. ആരാണ്ട് കരിയിലേക്ക് തീയിട്ട ലക്ഷണമുണ്ട്. അത് പാറ ഇരിക്കുന്നത്. ആണോ? പാറ വഴി വേണം നമ്മൾ അള്ളിപ്പിടിച്ച് കയറാൻ. അത് ഈ റബ്ബർ കൊണ്ട് മൂടിപ്പോയതാ കേട്ടോ. അല്ല അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇൻസ്റ്റാൾ കാണാം സാറേ, അതേ ഉള്ളു. ഇനി എവിടെ നോക്കിയാലും പാറക്കട്ട കാണും. ഇത് സത്യത്തിൽ ഇടുക്കിയായല്ലേ? ഇല്ലില്ല, ഇല്ല. കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. എറണാകുളം ജില്ലയത്. ഓ എറണാകുളം ജില്ലയാണ്. ഓക്കെ. അതേതാ പോയിന്റ്? ബോർഡർ പോയിന്റ്. കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം. ഇടുക്കി കയറുമ്പോഴത്തേക്ക് ആ റോഡിന്റെ സ്ഥിതി മാറും. ഇവിടം ഈ സൈഡ് കോട്ടയം ജില്ലയും ഈ സൈഡ് എറണാകുളം ജില്ലയും. ഇനി കോതമംഗലം ഈ സൈഡിലാണ് കൂടി ഞാൻ പറഞ്ഞില്ല, കോതമംഗലം എല്ലാവരും കൂടി എറണാകുളത്തിന് കിടക്കും. അതെ അതെ. നേര്യമംഗലം വരെ, അവിടെ നേര്യമംഗലം വരെ ഉണ്ട് എറണാകുളം. ഇതിന്റെ ഈ സൈഡ് വരുമ്പം കോട്ടയം വരും. പണ്ട് ഇതെല്ലാം ഒറ്റ ഡിസ്ട്രിക്റ്റായിരുന്നു. ഇടുക്കി കോട്ടയത്തിന്റെ ആയിരുന്നു. ഇടുക്കി കോട്ടയത്തിന്റെ ആയിരുന്നു. മുണ്ടക്കയത്തായിരുന്നു ഇടുക്കിയിലുണ്ടായിരുന്ന അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വരെ. അത് തങ്ങവഴി വെടിവെപ്പൊക്കെ ഉണ്ടായപ്പോ മുണ്ടക്കയത്തായിരുന്നു പോലീസ് സ്റ്റേഷൻ. അതെ അതെ. പൈങ്ങോട്ടൂർ. അടുത്ത സ്ഥലത്തിന്റെ ഒരു വണ്ണപ്പുറമാണ്. വണ്ണപ്പുറം. അത് കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വണ്ണപ്പുറം അല്ലേ? കാളിയാർ, കല്ലൂർ, കലൂർ, കലൂർ, കടവൂർ, കടവൂർ, കലൂർ, എറണാകുളം കലൂർ, മൂവാറ്റുപുഴ കലൂർ, കാളിയാർ കലൂർ. വിചാരിതമായിട്ടൊക്കെ ഇതുവഴി ഒന്ന് വരാൻ പറ്റി. സാറ് വരാത്ത വഴിയാണ്. ഈ ഏരിയയിലോട്ട് അങ്ങനെ പോയിട്ടില്ല. അങ്ങോട്ട് കയറുന്ന ഭയങ്കര വിസ്മരകരമായ സ്ഥലം. പക്ഷെ വീഡിയോക്കകത്ത് നമുക്ക് അത്ര ഇത് കിട്ടിയല്ലേ സാർ? ഇപ്പൊ ഇതിങ്ങനെ പിടിച്ചാലും ഒരു കുന്നും മല കയറുന്നതിന്റെ ഒരു കയറ്റം കിട്ടൂല നമുക്ക് വീഡിയോക്കകത്ത്. നമ്മളെ കണ്ടുകൊണ്ട് കാണുന്ന ഒരു എഫക്റ്റ് കിട്ടിയല്ല. കൊക്കോ ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ടോ ആൾക്കാരല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടല്ലേ? വിലയുണ്ടോ അതിന്? കൊക്കോയ്ക്ക് ഭയങ്കര വിലയാ. കാപ്പിയേക്കാൾ വില കൊക്കോയ്ക്ക്. ഓ ശരി. കൊക്കോ ഇല്ലാതെ പോയി, അതുകൊണ്ട് കൊക്കോയ്ക്ക് ഭയങ്കര വിലയാ. എല്ലാരും വെട്ടിക്കളഞ്ഞല്ല. എല്ലാം വെട്ടിക്കളഞ്ഞു. നാട്ടിൻ പ്രദേശത്തെ കൊക്കോ കൃഷി എല്ലാം നിർത്തിയില്ലേ? പി സി ജോർജ് പറഞ്ഞ പോലെ വില കുറഞ്ഞപ്പോ കൊക്കോ മൊത്തം വെട്ടി കത്തിച്ചെന്ന് പറഞ്ഞ പോലെ. കാരണം അത് കണ്ടു നിൽക്കാൻ തന്നെ നമുക്കൊരു ഒരു പ്രയോജനം. മരത്തെ കുറെ കാവ് കിടക്കുന്നേ പണി ഇരട്ടി പണി പറിച്ചു പൊട്ടിച്ച്. ആ കുന്നിന്റെ മണ്ടയിലാവട്ടെ ചെടിക്ക്. തമിഴ്നാട്ടിൽ കൂടെ പോകും മേളുവശം കേരളം എന്ന് പറയുന്ന പോലെ ആ കുന്നിന്റെ മണ്ടഭാഗത്താണ് ഇടുക്കി. അത് മാത്രം അവിടെ ചെന്ന് ചോദിച്ചാക്കല്ലേ, ഇടുക്കി ഗോൾഡ് മാത്രം. ആ സിനിമ ഷൂട്ട് ചെയ്തത് ഈ കല്യാണ മണ്ടല, ആ ഇടുക്കി ഗോൾഡ് സിനിമ ഷൂട്ട് ചെയ്തത് മൊത്തം തിരുവപ്പൂല്ല. അതിൽ ഇറങ്ങി നമുക്ക് വെള്ളത്തിലോട്ട് പോവാം. പക്ഷെ 3-4 കിലോമീറ്റർ നടന്നാലേ ഡാമിന്റെ അവിടെ ചെല്ലുള്ളൂ. ഞങ്ങൾ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇറങ്ങി പോയിട്ടുണ്ട്. ഭയങ്കര റിസ്ക്കാ, ആൾക്കാർ പോയി ചാകുന്ന സ്ഥലമാണ്. ഈ ഗ്രാമം എന്ന് വെച്ചാൽ അത്രയും വെള്ളം കിടക്കുന്ന സ്ഥലമല്ലേ. പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ആനയെ കാണാം. പ്രദേശം മൊത്തം കാടും വെള്ളമായിട്ട് കിടക്കുക മേളിൽ. അവര് പറഞ്ഞാൽ ശരിയായി, അവരൊരു ഫ്ലോറിന് വെച്ചിട്ടാണ് ഈ പൈസ കൂട്ടുന്നത്. കാരണം ഈ 3rd ഫ്ലോറിലൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യൂ ആയിരിക്കും. ബാൽക്കണിയൊക്കെ കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അതായിരിക്കും അവരങ്ങനെ പറ്റി. അത്രയും പൈസ ഇല്ലാത്തവൻ വരുമ്പോൾ എന്നാ ബാൽക്കണി വേണ്ട, ഞങ്ങൾ ഇറങ്ങിയത് താഴെ നിന്ന് കണ്ടോളാം എന്ന് പറയും. കാരണം താഴെ നിന്നാലും കാണാം. ഈ ബാൽക്കണി എന്ന് കാണുന്നതും താഴെ നിന്ന് കാണുന്നതും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷെ രണ്ടും കാണുന്ന ഒരു വ്യൂ തന്നെ. പ്രൈവസി. അയ്യോ അത് സൂപ്പർ മഴയാട്ടോ. ഇടുക്കിക്ക് മഴയാ. വെള്ളമൊക്കെ വെച്ച് ഇരുണ്ട് മൂടി കിടക്കുന്നുണ്ട്. അങ്ങോട്ട് ഇപ്പൊ ചൂടടിക്കുന്നുണ്ട്. കൊട എടുത്തോണ്ട് പോരണ്ടതായിരുന്നു. ഇതൊക്കെ രാവിലെ ഈ മലയൊക്കെ കാണാൻ ഭയങ്കര രസമായിരിക്കും അല്ലേ? രാവിലെ നമ്മളിതിന്റെ മണ്ടല കയറണം സാറേ. ഇപ്പൊ നമ്മൾ പോകുന്നത് അത് കയറണം, മേളിൽ കയറണം. ഇതിന്റെ അടിച്ചുകൂടെ അപ്പുറത്തോടെ പൊക്കത്തിൽ നമ്മൾ കയറണ്ടേ.
പക്ഷെ ഇടുക്കി നല്ല സൂപ്പർ മഴ പെയ്തോണ്ടിരിക്കുക. അതാ ഇപ്പം അവൻ വിളിച്ചോ പറഞ്ഞേ AC-യുടെ സ്വിച്ച് പോലും ഓണാക്കാൻ പറ്റൂല മഴ തണുപ്പ് കാരണം. അപ്പൊ അവിടെ മഴ പെയ്യും. അതാ അപ്പൊ രാവിലത്തെ സൂര്യോദയം കാണാം അവിടെ നിൽക്കുമ്പോ. ഇതൊരു കുറച്ച് ചെറിയ ഇടുക്കി ജില്ല കേട്ടോ ഇപ്പൊ. ആ വഴി മാറ്റം വന്ന് കണ്ടില്ലേ? ഇവിടെ പണിയാൻ കിടക്കുക. ഇതിൽ കുറച്ച് സ്ഥലം റിസർവ് ഏരിയ. എന്താ അവർ അങ്ങനെ ഇട്ടിട്ട് നടത്തില്ല. കുറച്ച് വെച്ചിട്ട് 100 മീറ്ററേ ഉള്ളൂ, 100-200 മീറ്ററേ ഉള്ളൂ. പക്ഷെ ഏതെങ്കിലും റിസർവ് വനത്തിന്റെ വാല് ഇങ്ങനെ കയറി കിടക്കുന്നതാണെന്ന് അറിയത്തില്ല. ഇവിടെ മണിമലയിലും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇതുണ്ട്, ഇത്ര വരെ ഉള്ളൂ, ഇത്ര ഏറിയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ വനത്തിന്റെ സൈഡ് ഇങ്ങനെ കയറി കിടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ചിരാഗമൊക്കെ വനകാലത്ത് നമ്മൾ നാളെ തിരിച്ചു വന്ന മൊത്തം വനത്തിൽ കൂടെ കേട്ടോ. ഈ വഴിക്ക് പ്രത്യേകം അറിയാവോ, ഇടുക്കിക്ക് പോകാൻ വനമില്ലാത്ത വഴിയായത്. ഏത് രാത്രിയിൽ നമുക്ക് എറണാകുളത്തിന് പോരാം. ആ മൃഗങ്ങളൊന്നും പേടിക്കണ്ട. ആകെ കണ്ടവന്ന് വെച്ചാൽ ഇത്ര 100 മീറ്റർ ദൂരമേ ഉള്ളൂ വനം പോലെ കിടക്കുന്നത്. ബാക്കി വനമില്ല. ബാക്കി ഏത് റൂട്ടിൽ കൂടെ പോയാലും പിന്നെ കുളമാവ് നമ്മളെ മൂലമറ്റം വഴി പോയാലും വനത്തിൽ വലിയ വനത്തിൽ കൂടെ പോകണം. നേരിമംഗലം വഴി പോയാലും വനത്തിൽ കൂടെ പോകണം. നാളെ നമ്മൾ വനത്തിൽ കൂടെ തിരിച്ചങ്ങോട്ട് പോകുന്നത്. അതിനപ്പുറം മഴയുണ്ടോ? ഇടുക്കി മഴ പെയ്യുന്നുണ്ടോ? പൊട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാറയുണ്ടായിരുന്നു. ഇത് നമ്മുടെ സഹ്യപ്രഭുവിന്റെ ഇത് ഇങ്ങനെ കാരക്കോണം അല്ല, ഇതൊന്നുമല്ല. ഇല്ലേ? ഇത് പശ്ചിമഘട്ടമായിട്ടൊരു ബന്ധമില്ല. ഇല്ലേ? പശ്ചിമഘട്ടം ഇതിനേക്കാളും പൊക്കത്തിൽ കിടക്കുന്നത്. അത് ഞാനിപ്പോ നമ്മൾ അവിടെ താമസിക്കുന്ന സ്ഥലമില്ലേ, അവിടെ കയറി നിൽക്കുമ്പോൾ ആനമുടി നേരെ ഫ്രണ്ടിൽ കാണാം. ആനമുടി ഏറ്റവും പീക്ക് മൗണ്ടൻ ഇല്ലേ ആനമുടി എന്ന് പറയുന്നത്. അത് പാലക്കാട് സൈഡിൽ നിന്നല്ലേ അത് കാണുന്നത്? ഇവിടുന്ന് ഇടുക്കിയില അത് കാണാൻ. മൂന്നാറിന് അപ്പുറത്തായിട്ട് വരും, പക്ഷെ ഇടുക്കി ഒന്ന് നേരിട്ട് കാണാം. അതെ അതെ, ഷൈനി മല കണ്ടോ? ഇത് നമ്മുടെ കേരളത്തിനകത്ത് തന്നെയുള്ള സ്ഥലം. മറ്റേത് കേരള തമിഴ്നാട് ബോർഡറിലാണ് പശ്ചിമഘട്ടം ഉള്ളത്. ഇത് ഇടുക്കി കോട്ടയം എറണാകുളം എന്നുള്ള ബോർഡർ മാത്രമായത്. മറ്റേത് അങ്ങ് കർണാടക വഴി അങ്ങ് മഹാരാഷ്ട്ര വഴി അങ്ങ് പോവാണ്. അതൊക്കെ നേരെ പോവാ. അതായത് താഴെ ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങി നേരെ ഗുജറാത്ത് വഴിയുണ്ട്. ഗോവ സൈഡിൽ കൂടെ അങ്ങ് പോവാ. അതിനകത്തല്ലേ മറ്റേ എന്നാ ഏത് തുറക്കമുള്ള റെയിൽവേ ഉള്ളത്? കൊങ്കൺ. കൊങ്കൺ റെയിൽവേ ഒക്കെ അതിനകത്തൂടെയാണ്. 1-2 സ്പെഷ്യൽ മരങ്ങൾ കാണുന്നുണ്ട്. അത് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് അമ്പരപ്പടി അത് തേക്കാണ്. പുളിമരം നിൽക്കുന്നത് അറിയാലോ. അല്ല, കൃഷി സംബന്ധമായതൊക്കെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്കറിയാം. നമ്മള് നാട്ടിൽ കിടന്നതുകൊണ്ട്. അല്ലാതെ ഭയങ്കര അറിവുള്ള ആളായിട്ട് പറയുന്നതല്ല. നമ്മൾ അതിൽ ചാട്ടാൻ മേളിൽ കയറുന്നത്. നിൽക്കുന്നുണ്ടോ? ആ കുന്നുണ്ടോ മേളില്? പക്ഷെ അതിപ്പോ ഇരുണ്ട് കിടക്കുന്നോണ്ടാണ് ക്ലിയർ അല്ലാത്തത്. മഴക്കാലത്തുണ്ടല്ലേ ചേച്ചി? നമ്മൾ വിട്ടു പോകുന്നില്ല ചേച്ചി. മഴക്കാലത്തുള്ള നമ്മളിങ്ങനെ പോകാനുണ്ടല്ലോ, ആ കുന്നുവഴി മൊത്തം വെള്ളച്ചാട്ടമായിരിക്കും. എല്ലാ ഇടയ്ക്കും എല്ലാം ഇങ്ങനെ പാല് പോലെ താവോട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കുമായിരിക്കും. കൊങ്കൺ വഴി പോകുമ്പോ അങ്ങനെ കാണാം. ഇതിവിടെ മൊത്തം അങ്ങനെയായിരിക്കും. എന്ന് വെച്ചാല് കാണാത്തവർക്ക് കാണും. നമുക്ക് ഇത് കണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ കല്ലൂരിലോട്ട് പോകുന്ന സ്ഥലമില്ലേ, അവിടെ തൊട്ടടുത്ത് തന്നെയാ. പക്ഷെ ഈ പറഞ്ഞ പോലെ അവിടെ ആരും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോയി താമസിച്ചാൽ മതിയായിരുന്നു. വേറെ ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് വണ്ണപ്പുറം എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ, ഈ മെട്രോന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട്. അപ്പൊ എനിക്ക് അവിടെ പോയി തങ്ങുകയും ചെയ്യാം, നിങ്ങളുടെ കാര്യം നടക്കുകയും ചെയ്യും. അല്ലെങ്കിലും തൊട്ടടുത്ത് തന്നെ അപ്പൻ്റെ വീടും അമ്മയുടെ വീടും ഒക്കെ ഒരു 3-4 കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോകില്ല. അല്ല, ഇതാ വണ്ണപ്പുറം. നമ്മളെ ലാസ്റ്റ് ഓറഞ്ച് ഇവിടെ കേട്ടോ.
കേറ്റമല്ലേ? ഇനി കയറ്റം. വണ്ണപ്പുറം. ഇനിയൊക്കെ കയറ്റം കയറുമ്പോഴൊക്കെ മഴ പെയ്യുവാനുണ്ടല്ലോ, ആറൊഴുകി വരുന്ന പോലെ ആയിരിക്കും റോട്ടിൽ കൂടെ വെള്ളം വരുന്നത്. മനസ്സിലായി. കാരണം അതുപോലെ പൊക്കത്തിനാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. വണ്ണപ്പുറം നൈസ്. ഇവിടെ ചക്ക ഇടിക്കുന്ന തന്നെയാണല്ലോ. ഇടുക്കിയിൽ അവിടെ ചക്കയൊന്നും ആയില്ലെന്ന് ഒരത്തന്മാർ വിളിക്കും പറയുകയും ചെയ്യും. വിളയാത്ത ചക്കയാ ഇത്. ഈ വലിയ ചക്ക വരുന്നത് മുള്ളു പരങ്ങാ. ഇപ്പൊ ചേച്ചി കണ്ടില്ലേ, പറയല്ലേ ചേച്ചി, മുള്ളു കൂർത്തിരിക്കുന്നുണ്ടോ? ഈ ഇടിഞ്ചക്കയ്ക്കും ഈ വെട്ടി അറിഞ്ഞ് അങ്ങനെ കറി വെക്കുന്ന പരിപാടി അതിനു വേണ്ടി പോരുന്ന ചക്കയത്. വിളഞ്ഞിട്ട് കാണൂല. നല്ല മഴക്കാർ വരുന്നുണ്ടല്ലേ? നല്ല മഴ ഇച്ചിരി വേണമെങ്കിൽ കുറച്ച് കേട്ടോ. കൂടുതൽ തോന്നുന്നുണ്ടോ? അല്ലേ, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ജസ്റ്റ് വേണമെങ്കിൽ അങ്ങോട്ട് കയറി കഴിയുമ്പോ നല്ല ഗ്ലാസ് കാത്തിടുവാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് എയറും നല്ല കാറ്റും കൊള്ളാം. നമ്മള് കൈ ഇങ്ങനെ വെക്കണം ചേച്ചി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കൈ ഇങ്ങനെ പുറത്തോട്ട് വെക്കും. കൈയൊക്കെ നല്ല ഐസ് പോലെ ഇരിക്കും. ഇതിന്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയോ? ഇവിടെ ടാപ്പിലെ വെള്ളത്തിൽ പല്ല് തേക്കാനോ മുഖം കഴുകാനൊന്നും പറ്റിയല്ല. നിങ്ങക്ക് അമേരിക്കയിലുള്ളവർക്ക് അത് വിഷയമല്ല. തരും 1 ലിറ്റർ കാണുമെന്ന് ഞാൻ പറയാം. ഒരു ദിവസം കുളിക്കണ്ടെന്നേ. നല്ല ഹോട്ടലാണെങ്കിൽ ഇത് കാണുള്ളൂ. അതാ പിന്നെ ഞാൻ മറ്റേത് അത്ര എനിക്ക് താല്പര്യം കുറവല്ലേ? ഇതാകുമ്പോ ലൈറ്റ് പോലെ വെച്ചിരിക്കുന്നത്. എന്തോ കൃഷി ചെയ്തിരിക്കുന്നത് സാറേ. അത് ഈ പന്നിയും മുള്ളനൊന്നും മുത്തായിരിക്കാൻ വേണ്ടി ചാക്കോ സാധനമായിട്ട് ഇങ്ങനെ കോർത്ത് കമ്പേ വെച്ചിരിക്കുന്നത്. പിന്നെ പൈനാപ്പിളോ എന്തെങ്കിലും സാധനമായിരിക്കും. ഇല്ലെങ്കിൽ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി റബ്ബർ തൈ ഒക്കെ വെച്ചിട്ട് മണ്ട മൂടി നിർത്തുന്നത്. അതല്ലേ? ഇടുക്കിയിലോട്ട് എന്ന് കഴിയുമ്പോൾ പിന്നെ മലകൾ മൊത്തം പച്ച കളറിലിരിക്കും. എന്നാ അറിയാം? ഗ്രീൻ നെറ്റ് ഉണ്ട്. ഗ്രീൻ കളറുള്ളത് നെറ്റ് കണ്ടിട്ടുണ്ടോ? ഗ്രീൻ കളർ നെറ്റ്. ആ നെറ്റ് മൊത്തം മണ്ടകൾ വിരിച്ചിരിക്കും. അല്ലല്ല, വെയിലടിക്കാതിരിക്കാൻ വേണ്ടി, ഏലത്തിന് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി മണ്ട മൊത്തം നെറ്റ് കെട്ടിരിക്കുന്നത്. ആ കട നെറ്റ് ഉണ്ട്. അത് ആ നെറ്റുകൾ മണ്ട മൊത്തം ഇട്ടിരിക്കും ഏലത്തിന് മണ്ട കൂടെ. നമ്മൾ ഈ മലയുടെ മണ്ട കയറണം കേട്ടോ. മഴ പെയ്യാതിരിക്കണം. അവിടെ മണ്ട കയറി നമുക്ക് പുറത്തിറങ്ങുവാണെങ്കിൽ ഈ താഴ്വാരം മൊത്തം നമുക്ക് കാണാം. താഴെ പ്രകാശം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കത്തില്ല. ഇവിടെ അവിടെ മേളിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ മൊത്തം മണ്ട മേഘത്തിന്റെ മേളിലേക്ക് നമ്മൾ നിൽക്കുന്നത്. രാവിലെ 6 മണിക്കൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ മേഘമുള്ള സമയത്ത്, തെളിഞ്ഞ ആകാശമുള്ള സമയത്ത് മേളില് നീലാകാശവും താഴെ മഞ്ഞുമായിരിക്കും. ഈ വാൽപ്പാറ എവിടെയാ? ഈ ഇവിടെ ഒത്തിരി പാറയുണ്ട്. ഇതെല്ലാം ഞാനും കേട്ടിട്ടുണ്ട്. വാൽപ്പാറയുണ്ട്, മേശപ്പുലിമലയുണ്ട്, ഉളക്കുമലയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വലിയ വലിയ മലകളാ. എല്ലാം ഇവിടെ തന്നെ. ഇടുക്കി അങ്ങോട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മലയാവുണ്ട്. നമ്മളിത് എത്തിക്കാൻ പോകുന്നില്ലേ? ഈയിടെ ഒരാൾ പറഞ്ഞു വാൽപ്പാറയിൽ പോയിട്ട് ഞാനൊരു 10 പ്രാവശ്യം മൂന്നാർ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വലിയ സുഖം തോന്നിയിട്ടില്ല. വാൽപ്പാറ